നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ കൂരോപ്പട പഞ്ചായത്തിൽ ലാക്കാട്ടൂർ എന്ന സ്ഥലത്താണ്. ലാക്കാട്ടൂർ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം, ഇതിൻ്റെ ഒരു പശ്ചാത്തലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു സ്പോർട്സ് ടർഫാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നാണെന്നല്ലേ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ ജനകീയ നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ് അന്തരിച്ചിട്ട് ഈ വരുന്ന 18-ാം തീയതി അദ്ദേഹത്തിൻ്റെ 1-ാം ചരമ വാർഷിക ദിനമാണ്. അന്നത്തേക്ക് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് കൂടിയായ ഹരിഹരൻ നായർ എന്ന ചേട്ടൻ, അദ്ദേഹം KSRTC റിട്ടയർഡ് ജീവനക്കാരനാണ്, കോൺഗ്രസിൻ്റെ കൂരോപ്പട മണ്ഡലം സെക്രട്ടറിയാണ്. അദ്ദേഹം സംഭാവന ചെയ്ത 48.5 സെൻറ്റ് സ്ഥലത്താണ് കായിക പ്രേമികൾക്കായി, വളർന്നു വരുന്ന കായിക താരങ്ങൾക്കായി, അവരുടെ പരിശീലനത്തിനും അവർക്ക് കളിക്കാനുമൊക്കെയായി ഒരു സ്പോർട്സ് ടർഫ് എന്നൊരാശയം ഉരുത്തിരിഞ്ഞു വന്നത്. അദ്ദേഹം സംഭാവന ചെയ്ത ഈ 48.5 സെൻറ്റ് സ്ഥലത്താണ് ഈ സ്പോർട്സ് ടർഫ് അതിൻ്റെ അവസാന ഘട്ട പണിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏതാണ്ട് 95% പണികളും പൂർത്തിയായി. മഴയായതുകൊണ്ട് 1-2 ദിവസങ്ങളിൽ പണി തടസ്സപ്പെട്ടു. എന്നിരുന്നാൽ തന്നെ 18-ാം തീയതിയോടുകൂടി ഇത് പൂർണ്ണ സജ്ജമാക്കി കായിക പ്രേമികൾക്ക്, ഇന്നാട്ടിലെ കായിക പ്രേമികൾക്ക് സമർപ്പിക്കാൻ ആകും എന്ന പ്രതീക്ഷയിലാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഈ ഒരു ഉദ്യമത്തിനായി സ്ഥലം വിട്ടു നൽകിയ ഹരിഹരൻ നായർ ചേട്ടനും. നമ്മുടെ കൂടെ ഇപ്പം ഈ സ്പോർട്സ് ടർഫിനായി സ്ഥലം വിട്ടു നൽകിയ ചാമക്കാലയിൽ ഹരിഹരൻ നായർ ചേട്ടനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം KSRTC റിട്ടയർഡ് ജീവനക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭൂമിയാണ് അദ്ദേഹം ടർഫിന് വേണ്ടി വിട്ടുകൊടുത്തത്. നമുക്ക് ചേട്ടനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു സ്പോർട്സ് ടർഫ് എന്നുള്ളൊരു ആശയം, ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ടർഫ് തുടങ്ങാം എന്നൊരു ആശയം വന്നത് എങ്ങനെയാണ്? അത് MLA ശ്രീ ചാണ്ടി ഉമ്മൻ സ്പോർട്സിനോട് ഉള്ള ആഭിമുഖ്യം കൊണ്ട് ഒരു ടർഫ് വേണം എന്ന് പറഞ്ഞ് സ്ഥലം അന്വേഷിക്കുകയായിരുന്നു. അപ്പം പല പ്രദേശങ്ങളിലും ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതനുസരിച്ച് പലരും പകുതി സമ്മതം മൂലമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 48 സെൻറ്റ് സ്ഥലമുണ്ട്, ഞാൻ പൂർണ്ണമായിട്ടും വിട്ടു നൽകാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്രയും സ്ഥലം വിട്ടു നൽകുമ്പോൾ എന്താ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു, അത് നമ്മൾ തമ്മിലുള്ള ബന്ധമല്ല, ഞാൻ ഉമ്മൻചാണ്ടി സാറുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്, 46 വർഷമായിട്ട് ഉമ്മൻചാണ്ടി സാറുമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ്. അപ്പം ഞാൻ എപ്പോൾ പുതുപ്പള്ളി ചെന്നാലും ആരുടെയും അനുവാദം കൂടാതെ എനിക്ക് സംസാരിക്കാം, എന്ത് കാര്യവും സംസാരിക്കാം. എൻ്റെ ഒരു ഗുരുനാഥനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ ഇത് വിട്ടുകൊടുക്കാമെന്ന് പറയുകയും അദ്ദേഹം MLA അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുകയാണ്. MLA ഞങ്ങളൊക്കെ പൂർണ്ണ സപ്പോർട്ടുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒക്കെ സ്പോർട്സ് ഇനങ്ങളാണ് ഇവിടെ കളിക്കാൻ പറ്റുക. ഇവിടെ ഫുട്ബോൾ, സെവൻസ് കളിക്കാം, പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റും, പിന്നെ ബാഡ്മിൻ്റൺ ഉപയോഗിക്കാം. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ചെറിയ കളികളൊക്കെ, അതുപോലെയുള്ള ഈ കോർട്ടിനകത്ത് നിൽക്കുന്ന സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ചെയ്യാം. ഈ വോളിബോൾ ചെയ്യാം. അപ്പോൾ അതാണ് ചേട്ടൻ പറഞ്ഞത്, ഫുട്ബോൾ, അതുപോലെ ഷട്ടിൽ കളിക്കേണ്ടവർക്ക് ഷട്ടിൽ കളിക്കാം, വോളിബോൾ കളിക്കേണ്ടവർക്ക് അത് കളിക്കാം, അതിനൊക്കെ ഫുട്ബോൾ കളിക്കാം. അതിനൊക്കെയുള്ള സൗകര്യം ഈ ഒരു ടർഫിൽ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ശ്രീ ഉമ്മൻചാണ്ടി സാറുമായിട്ടുണ്ടായിരുന്ന ഒരു ആത്മബന്ധമാണ് അദ്ദേഹത്തെ ഇതുപോലെ മാർക്കറ്റ് വില നോക്കിയാൽ ഏതാണ്ട്, ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് സെൻറ്റിന് 1-1.5 ലക്ഷം രൂപ വില വരുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. അങ്ങനെയുള്ളിടത്താണ് ഏതാണ്ട് 48.5 സെൻറ്റ് സ്ഥലം കായിക താരങ്ങൾക്ക്, വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക്, അവർക്ക്, നമുക്കറിയാം ഇന്ന് കുട്ടികൾക്ക് കളിക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി, വലിയൊരു പ്രതിസന്ധി, വലിയൊരു ബുദ്ധിമുട്ട് അത് തന്നെയാണ്. അതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് അദ്ദേഹം തന്നെ തൻ്റെ സ്വന്തം സ്ഥലം 48.5 സെൻറ്റ് സ്ഥലം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് ഈ ടർഫ് നിർമ്മാണത്തിനായിട്ട് വിട്ടുകൊടുക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങോട്ടുള്ള ഈ ടർഫിലേക്കുള്ള റോഡ് ഏതാണ്ട് 200 മീറ്റർ റോഡുണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ മെയിൻ റോഡിൽ നിന്നല്ലേ? അത് ഉമ്മൻചാണ്ടി സാർ പണി കഴിപ്പിച്ച റോഡാണോ അത്? ഇത് മുഴുവനും ഞങ്ങൾ നാട്ടുകാർ പണിയിപ്പിച്ച സാറിൻ്റെ പേരിൽ ആണ് പഞ്ചായത്തിന് വിട്ടുകൊടുത്തത്. അത് ശരി. സാറിൻ്റെ പേരിൽ റോഡ് ഉണ്ടാക്കിയിട്ട് പഞ്ചായത്തിന് വിട്ടുകൊടുത്തത് അല്ലേ? പിന്നെ റോഡിന്റെ ഉദ്ഘാടനത്തിന് സാറ് വന്നിരുന്നു, പേരെന്റെ ഇടണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പേര് ഞങ്ങൾ പിന്നീട് പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ഇടാമെന്ന് തീരുമാനിച്ചു അല്ലേ? അങ്ങനെയാണ്. അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ പേരിൽ റോഡ് നാമകരണം നടത്താൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ തന്നെയും അദ്ദേഹത്തോട് ഇഷ്ടമുള്ള നാട്ടുകാര് അദ്ദേഹത്തിന്റെ മരണശേഷം ആ റോഡിന് ഉമ്മൻചാണ്ടി റോഡ് എന്ന് തന്നെ നാമകരണം നടത്തുകയായിരുന്നു. അതാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞത്. 2022 ഓഗസ്റ്റിലായിരുന്നു അല്ലെ? ഓഗസ്റ്റ് 15-നായിരുന്നു റോഡിന്റെ ഉദ്ഘാടനം നടന്നത്.
അപ്പോൾ ഈ ഇങ്ങോട്ട് റോഡ്, അപ്പോൾ ആ റോഡ് ഇച്ചിരി മോശമായിട്ട് കിടക്കുകയാണല്ലോ. അതെ, അതിപ്പം MLA പഞ്ചായത്തിന് കൊടുക്കുകയാണ് 20 ലക്ഷം രൂപ. അപ്പം പഞ്ചായത്ത് പണിയാണത്. അതെ, 20 ലക്ഷം രൂപയുടെ വർക്ക് നടക്കുകയാണ്. അപ്പം മിക്കവാറും ഈ റോഡ് അങ്ങേയറ്റം വരെ ഏകദേശം 487 മീറ്റർ റോഡുണ്ട്. ആ റോഡ് മുഴുവനായിട്ട് പണിയുമോ? അതെ അതെ അതെ, 28ഓളം കുടുംബങ്ങൾക്ക് അത് ആശ്രയമാണ്. അങ്ങേ സൈഡിൽ കുറേ ആളുകളുണ്ട്. MLA ഫണ്ടിൽ നിന്ന് പഞ്ചായത്തിന് കൊടുക്കുന്ന തുക കൊണ്ട് ഏതാണ്ട് 487 മീറ്റർ റോഡ്, അതിനകത്ത് ഈ ടർഫിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന റോഡ് അല്ലെ. ഒരു കാലത്ത് ഇവിടെ ഒന്നും കയറി വരാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പലരും പറയുന്നത് ഈ ഇലക്ഷനൊക്കെ ഇപ്പം വന്നപ്പം വേറെ എങ്ങോ ചെന്ന പോലെ തോന്നുന്നു. അത്ര സൗകര്യമായി. ഇപ്പൊ വഴിയായല്ലോ. വഴി എന്ന് പറഞ്ഞാൽ വളരെ ആക്സസ് ആണല്ലോ പ്രധാനം. നമ്മുടെ ഈ ടർഫിന്റെ നിർമ്മാണത്തിന് എത്രയാ ചെലവ് കണക്കാക്കിയിരിക്കുന്നത്? 50 ലക്ഷമാണ് ചെലവ് കണക്ക്. 50? അതെ. ഇപ്പം 37 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് ചെലവ് ഇവിടെ കെട്ടിടം വരുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂമുണ്ട് ഇവിടെ. പിന്നെ ഈ ചുറ്റുവട്ടത്ത് നടക്കാൻ വേണ്ടിയുള്ള പാതകളുണ്ട്. അത്രയും കാര്യങ്ങൾക്കായിട്ട് വേറെ ചെലവ് ഇനി വരുന്നുണ്ട്. മൊത്തം 50 ലക്ഷമാണ് ഇതിന് നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്നത്. പ്രായമേറിയവർക്കൊക്കെ നടക്കാനായിട്ട് ഈവനിങ് വാക്ക്. അതുകൊണ്ട് ഈ സ്പോർട്സ് ടർഫിനൊപ്പം പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി മാത്രമല്ല, വൈകുന്നേരങ്ങളിലും രാവിലെയും ഒക്കെ പ്രായമായവർക്കും ഒക്കെ ഒരു വൈകുന്നേരം ഒരു സവാരിയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ, ഒന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ, ഒരു വ്യായാമത്തിന് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വോക്ക് വേയും കൂടെ ഇതിന് ചുറ്റും സജ്ജമാക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഉൾപ്പെടെ സമഗ്രമായ ഒരു സ്പോർട്സ് ടർഫാണ്. നമ്മുടെ ആരോഗ്യ കേരളം എന്നുള്ള ഒരു കൺസെപ്റ്റിന് ഒത്തുനിൽക്കുന്ന ഒരു ടർഫാണ് ഇവിടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇതിൻ്റെ ഈ ചെലവ് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കണ്ടെത്തുന്നത്? ഈ 50 ലക്ഷം രൂപ ചാണ്ടി ഉമ്മൻ സാറിൻ്റെ MLA നേരിട്ടുള്ള ഇടപെടൽ കൊണ്ട് ചിലർ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അവരാണ് ആ സ്പോൺസർഷിപ്പിൽ കൂടിയാണ് തരുന്നത്. അത് ശരി. സ്പോൺസർഷിപ്പിലൂടെയാണ് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ്റെ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് പേര് സ്പോൺസർ ചെയ്യാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ സ്പോൺസർഷിപ്പിലൂടെയാണ് ഈ ടർഫ് നിർമ്മാണത്തിന് ആവശ്യമായ 50 ലക്ഷം രൂപ സമാഹരിക്കുന്നത്. എന്തായാലും നാട്ടുകാർക്ക് അങ്ങേയറ്റം ഉപകാരപ്രദമായ ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ ഈ സ്പോർട്സ് ടർഫിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. നമ്മുടെ ഈ ടർഫിന് പേര് നൽകിയിരിക്കുന്നത് ഇതിന് പേര് കണ്ടെത്തിയത് തന്നെ ഒരു മത്സരത്തിലൂടെയാണ്. പത്രമാധ്യമങ്ങളിലൂടെ മത്സരത്തിൻ്റെ അറിയിപ്പ് കൊടുത്ത് ആ ഒരു മത്സരം നടത്തി. ആ മത്സരത്തിൽ നിന്ന് ഏറ്റവും നല്ല പേര് സജസ്റ്റ് ചെയ്ത ആളിനെ തിരഞ്ഞെടുത്ത് ആ ആൾ നിർദ്ദേശിക്കുന്ന പേരാണ് ഈ ടർഫിന് കണ്ടെത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീന ഗോൾ എന്നാണ് ഈ ടർഫിന്, നാട്ടുകാരുടെ ഈ ടർഫിന്, ഹരിഹരൻ നായർ ചേട്ടൻ കൊടുത്ത സ്ഥലത്ത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പണിയുന്ന ഈ സ്പോർട്സ് ടർഫിന് നൽകിയിരിക്കുന്ന പേര് ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീന ഗോൾ എന്നാണ്. കോട്ടയം പൂവന്തുരുത്ത് സ്വദേശിയായ സക്കറിയാസ് എന്നയാളാണ് ഈ മത്സരത്തിൽ ഈ പേര് നിർദ്ദേശിച്ചതും. അദ്ദേഹം നിർദ്ദേശിച്ച പേരാണ് ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീന ഗോൾ. നമുക്കറിയാം, നഷ്ടം സഹിച്ച് ഇഷ്ടം കൂടാൻ ആരും തയ്യാറാകാത്ത ഒരു കാലത്താണ് തൻ്റെ പേരിലുള്ള 48 സെൻറ്റ് സ്ഥലം ഹരിഹരൻ നായർ ചേട്ടൻ ഈ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് വേണ്ടിയിട്ട് സ്ഥലം കൈമാറിയിരിക്കുന്നത്. സ്പോർട്സ് ടർഫ് കുട്ടികൾക്കും പ്രായമായവർക്കുമൊക്കെ നടക്കാനും അവർക്ക് വ്യായാമം ചെയ്യാനും കളിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യത്തിനായിട്ട് ഒരു ടർഫ് ഉണ്ടാക്കാനായിട്ട് സ്ഥലം കൈമാറിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് സെൻറ്റിന് 1.5 ലക്ഷം രൂപയോളം ഒക്കെ വില വരുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെയുള്ളിടത്താണ് ഏതാണ്ട് 60 ലക്ഷം രൂപയോളം വില വരുന്ന ഭൂമി, തൻ്റെ ഭൂമി അദ്ദേഹം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് വേണ്ടി കൈമാറുന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി എന്ന ഒരു ജനനേതാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ സ്നേഹവും ഇഷ്ടവും ഒന്നുകൊണ്ടും മാത്രമാണ് ഈ ഒരു ഭൂദാനത്തിന് അദ്ദേഹം തയ്യാറായിരിക്കുന്നത്. അദ്ദേഹത്തിനും സ്പോർട്സ് ടർഫിനും ഇവിടുത്തെ കായിക പ്രേമികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.